പ്രഗ്നൻസി എത്ര മന്തായി എല്ലാവരും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അധികം ടൈമൊന്നുമില്ല കഴിഞ്ഞാൽ ചിങ്കിടൂന് ഹായ് ഗൈസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ എന്താണ് ശരിക്കും ഞങ്ങൾ കുറേ വീഡിയോ എടുക്കണം വിചാരിച്ച് നീണ്ടു പോയിട്ട് ശരിക്കും ഒരു വീഡിയോ എടുക്കുന്ന ഇപ്പോഴാണ്. ഞങ്ങൾ ഡൈനർ ലൈഫിനെയൊക്കെ ഈ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമുക്കത് ഫുള്ളായിട്ടൊന്നും ഡൈനർ ലൈഫ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് വിചാരിച്ചു ഈ വീഡിയോ. പക്ഷേ രാവിലെ ഇല്ല, രാത്രി 11:15 വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ഇത് വൈകിയ ഈ വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് തോന്നണല്ലോ അവൻ. കാരണം നമ്മൾ വ്ളോഗും കാര്യങ്ങളും ഡൗട്ടുകളുണ്ട്. അതെ, അതായത് ഉച്ചയ്ക്ക് എത്ര മന്തായി, പിന്നെ ചിങ്കുളിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഡൗട്ടുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് ഇപ്പോഴും ഇട്ടില്ലെങ്കിൽ പിന്നീട് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഞങ്ങൾ കുറേ ആയി വീട് മാറുന്നതിൻ്റെയും കാര്യങ്ങൾ തിരക്കിൽ അതിലങ്ങനെ പോയി. പിന്നെ ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേറെ കുറച്ച് തിരക്കിപ്പെട്ടിട്ട് വീഡിയോ ഒന്നും ഞങ്ങളൊന്നും എടുക്കാൻ പറ്റാണ്ടല്ലോ അവൻ. അങ്ങനെ തള്ളി പോയി. ലാസ്റ്റ് എന്താ പറയുക, നമ്മളിപ്പോൾ ബാബുജിക്ക് പ്രഗ്നൻസി എത്ര മന്തായി എല്ലാവരും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഞങ്ങൾ ഷോർട്സ് ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ വ്ളോഗ് ഇടുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതിലെന്ത് വയറ് മാത്രം കാണും, പക്ഷെ എത്ര മന്തായി എന്താണ് സംഭവം ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പോൾ അവേ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതാണ്, അതായത് വാവച്ചിക്ക് എത്ര മന്തായി എന്നുള്ളത്. ശരിക്കും എനിക്ക് എത്ര മന്തായി എന്ന് ആർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ ഇന്നാളൊരു ഷൂട്ട് വെച്ചല്ലോ അല്ലേ, 7th മന്ത് എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് വെക്കുകയാണെങ്കിലും പക്ക 7th മന്ത് ആയി എന്നുള്ളൊരു ഷൂട്ടല്ല. ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും 7th മന്ത് ആയി എന്നുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കറക്റ്റ് 8 മാസമായില്ലേ. 2 ദിവസം ഉണ്ട്, പക്ഷെ എന്നാലും 8ാം മാസം തന്നെയാണല്ലോ പറയാ. 8 മാസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിങ്കുവിൻ്റെ സമയത്ത് ഓരോ മാസങ്ങൾ പോകുന്നത് നന്നായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 8 മാസം എന്ന് പറയുന്നത് എങ്ങനെ പോയിന്നൊരു ഐഡിയല്ലോ അവ. പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പോഴേക്കും ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അമ്മയുടെ കഥ പറഞ്ഞു 8 മാസം എത്ര പെട്ടെന്ന് പോയിരുന്നില്ലേ. ചിങ്കുവിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ മാസം പോകുന്നത് അറിയില്ല, അല്ല മറ്റേ കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം 8 മാസം പോയത് ഒന്നും അറിയില്ല. മെയിനായിട്ട് ചിങ്കുടു ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം ചിങ്കുടുവിൻ്റെ ബാക്കിലൊക്കെ പോയി നമുക്ക് ടൈം പോണതും കാര്യങ്ങളും അറിയില്ല. മാസങ്ങൾ പെട്ടെന്ന് പോണതല്ലേ. അതെ, അപ്പം അതുകൊണ്ട് തന്നെ 8 മാസം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അധികം ടൈമൊന്നുമില്ല ഗൈസ്. എന്താ പറയുക, ഇനിയിപ്പോൾ ചിങ്കുടുവിൻ്റെ താഴത്ത് ഒരാളും കൂടി വരികയാണ്. അപ്പോൾ ചിങ്കുടുവിന് ഞാൻ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളൊരു ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴേ ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷോർട്സ് ഒക്കെ ഇടുന്ന ടൈമിൽ കുറേ പേര് 7th മന്ത് ആയോ എന്ന് കൊണ്ട് ചോദിച്ച സംഭവം 7th മന്ത് പക്കയല്ല, ചിലപ്പോൾ ലാസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഇടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇത് പറഞ്ഞ 8 മാസമായി, ഇനിയിപ്പോൾ 2 ദിവസമായി പറഞ്ഞാൽ 8 മാസമായില്ലേ. അപ്പോൾ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ, വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. പിന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, 8 മന്ത് എന്ന് പറയുന്ന സമയത്ത് വളകാപ്പ് നടത്തുന്നില്ല. അത് കമന്റ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടല്ലോ. അവ ചിങ്കുടെ അവിടെ ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വളകാപ്പ് നടത്തുന്നില്ലെന്ന് ചോദിച്ചു. ചിങ്കുടിന്റെ ടൈമിലൊക്കെ 7th മന്താണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് 7th മന്ത് നടത്തണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പൊ അപ്പോഴേ പറഞ്ഞ പോലെ ഈ ടൈം പോണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് സമയം പോയി. അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതെ, അത് ഞങ്ങൾ ഓൾറെഡി വിചാരിച്ചായിരുന്നു 5 മന്തിൽ വിചാരിച്ചായിരുന്നു 7 മന്തിൽ ചെയ്യണമെന്നുള്ളൂ. പക്ഷെ ആ ടൈം പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് എന്താ പറയാ, ചിന്തിക്കാനും പോലും ടൈം കിട്ടിയില്ല കേസ്. അപ്പൊ അതാണ് സത്യം. അതുകൊണ്ട് നടത്താൻ പറ്റില്ല. അവിടെ പെട്ടയില് പിന്നെ കുറച്ച് എല്ലാം കൊണ്ടും കുറച്ച് എല്ലാ കാര്യങ്ങളും കുളവായ പോലെ ക്ലാഷ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് നടത്താൻ പറ്റേണ്ടതെന്ന്. പക്ഷെ എന്തായാലും ഞങ്ങൾ വളകാപ്പ് നടത്തും. കാരണം ചിങ്കുവിന്റെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം എല്ലാം ചെയ്യാനാണ് ഞങ്ങൾ വിചാരിക്കുന്നല്ലോ. ചിലപ്പോൾ പലരും പറയായിരിക്കും റീച്ചിന് വേണ്ടി അതിനു വേണ്ടി ഇതിനു വേണ്ടി എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. നമ്മളെ കുട്ടികൾ വളരണ സമയത്ത് എന്തുകൊണ്ട് ഒരാളുടെ മാത്രം ചെയ്തു, എന്തുകൊണ്ട് ഒരാളുടെ ചെയ്തില്ല എന്നൊക്കെ അവർക്കൊരു ഫീല് വരും. അതുള്ളത് തന്നെയാണ്. ഇത് അവർക്കൊരു അറിവ് വെക്കുന്ന പ്രായമുണ്ടല്ലോ. അറിയുന്ന സമയത്ത് അവരിതൊക്കെ കാണുമ്പോൾ അവർക്കതൊരു ഹാപ്പിനെസ് ആയിരിക്കും. നമ്മളുടെ ഓരോരോ മെമ്മറീസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ എപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ റീച്ചിന്റെ ഒരു കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് നടത്തണം, എന്തായാലും ഞങ്ങൾ നടത്തും. വളകാപ്പ് ഞങ്ങൾ നടത്തും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാ സെലിബ്രേഷനും, അതായത് എല്ലാ ഫംഗ്ഷനും എല്ലാം അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഉണ്ട്. ഇപ്രാവശ്യം വളകാപ്പ്, ചിങ്കുടുവിന്റെ ബർത്ത്ഡേ, ബേബിന്റെ ബർത്ത്ഡേ, അത് ഡെലിവറി ഡേറ്റ്,
എൻ്റെ ബർത്ത്ഡേ അതുപോലെ 9th മന്തിന്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഇനിയുള്ള 2 മാസത്തിൽ ഇതെല്ലാം 2 മാസം ഫുള്ളായിട്ട് പറ്റില്ലല്ലോ, കാരണം നമുക്ക് മറ്റേ 8 മാസമല്ല, അപ്പൊ നമുക്ക് ആ ഡേറ്റിലുള്ളതൊക്കെ തീർക്കണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ എന്തായാലും അനൗൺസ് ചെയ്യാലോ. ഡെലിവറി ഡേറ്റ് ഒന്നും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒന്നുകൂടെ പോയിട്ട് നമുക്കിപ്പോൾ ഒരു ഡേറ്റ് അറിയാം, നമുക്ക് സ്കാനിങ്ങിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ. അതല്ലാതെ ഒന്നുകൂടെ നമ്മൾ പോയതിനു ശേഷം ഞങ്ങൾ കൺഫേം ആയിട്ട് ഡേറ്റ് ഞങ്ങളൊക്കെ അനൗൺസ് ചെയ്യാല്ലേ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുടുവിന്റെ ഉറക്കം. അതുകൊണ്ട് വേറെ സംഭവം ഉണ്ട്. ചിങ്കുടുവിന്റെ ഉറക്കം വന്നിട്ട് ഗൈസ് എന്താ പറയാ, അതെന്താ അവിടെ മറ്റേ അലാറം അടിക്കിടയ്ക്ക് ചിങ്കുടി ചിരിക്കുന്നുണ്ട്. അവിടെ അമ്മയുണ്ട്, അപ്പൊ അതിന്റെ റൂമിലാണ്, അപ്പൊ അത് ചിരിച്ചോണ്ടിരിക്കുന്നതാണ്. ഉറക്കത്തിന്റെ കാര്യം മൊത്തത്തില് പെട്ട പോലെയാണ്. ശരിയായി വന്നതായിരുന്നു, ശരിയായി വരിക പറഞ്ഞാൽ ഒരു 11:30 മണി ആ ഒരു ടൈമിലൊക്കെ ഉറങ്ങി വന്ന കുട്ടിയായിരുന്നു. സത്യം. ഇപ്പോഴൊക്കെ 2 മണി 2:30 ആ ഒരു ടൈം. ഇടയിൽ കുറച്ച് ഉറക്കം സെറ്റായി അടിപൊളിയായിട്ട് പോയിരുന്നു. ഇടയിൽ കുറച്ച് കീടം ഇതൊക്കെ വന്നതിന് ശേഷം പിന്നെ ചിങ്കുവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയല്ലോ. പിന്നെയും ശരിയായി, പിന്നെയും പോയി. അങ്ങനെ എന്താ പറയാ, ചിങ്കുവിന്റെ ഉറക്കം ഫുള്ളായിട്ട് ശരിയാവുള്ളൂ. ഇപ്പോഴും ടൈം ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉറക്കം പറയുന്നത് നമുക്ക് മെയിൻ ആണല്ലോ, കൂടുതൽ ടൈം കിട്ടുന്നത് രാത്രിയാണ്. ഇപ്പൊ 11 ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ചിങ്കുട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഇനി ഇപ്പോഴും ഉറങ്ങില്ല. ഇനിയിപ്പോ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുള്ളൂ. അപ്പൊ നല്ല കുറുമ്പ് കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട്. ഇപ്പൊ തന്നെയാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ അടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ അവളെ ഉറക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അമ്മനെ ഡെയിലി ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നുണ്ട്. കാരണം അമ്മയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടും. അതുപോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെയും അല്ലേ, പ്രഗ്നന്റും അല്ല, അപ്പൊ എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യും, കുട്ടീനെ നോക്കലും ബേബി അതൊന്നും നടക്കില്ല. അപ്പൊ അമ്മനെ ആക്കാൻ പോകുന്ന ടൈമിലായിരിക്കും അവൾ ഉറങ്ങുക. അതായത് അമ്മ ഇല്ലെങ്കിലും ഇവളെ കാറിൽ കൊണ്ടുപോയി ഞങ്ങള് ഈ മറ്റെന്തറ ചായയൊക്കെ ഞങ്ങളത് ചിങ്കുടുവിനെ ഉറക്കുന്ന ഒരു സംഭവം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടാ. ചെയ്തിട്ടുണ്ടാ? എനിക്ക് ഓർമ്മയില്ല, ഇല്ല നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാട്ടാ. അപ്പൊ അത് ചിങ്കുവിന്റെ ഉറക്കത്തിൽ മൊത്തത്തിലൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇവള് ചിലപ്പോ ഉറങ്ങേണ്ട സമയമായി പറഞ്ഞ ഒരു മാതിരി കാണിക്കാം. അപ്പൊ ഇവളെന്നെ പറയും കാറിൽ പോവാ, ചായ കുടിക്കുക, പാല് കുടിക്കുക, അങ്ങനെ ഉറക്കത്തിന് ഓരോ ചിങ്കുവിന് ഓരോ പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ ചിങ്കുട് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഒരു ടൈമൊന്നും ചിങ്കുവിന് ഉറക്കത്തിന് ആയിട്ടില്ല ഗൈസ്. പക്ഷെ എന്നാലും മുമ്പത്തെ വെച്ച് നമ്മൾ ഫസ്റ്റത്തേക്ക് വെച്ചിട്ട് കുറച്ച് നമുക്ക് ബെറ്റർ ആണെന്ന് മാത്രമല്ല അങ്ങനെ. പിന്നെ ചിങ്കുവിന്റെ ഏജ്, അതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചിങ്കുവിന്റെ ഏജ് ഇപ്പൊ ആർക്കും അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ വ്ളോഗൊന്നും ഇടാത്തതുകൊണ്ടാണ് മെയിനായിട്ട് സംഭവം എന്ന് പറയുന്നത്. ചിങ്കുവിന് ഇപ്പൊ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചിങ്കുവിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. നവംബർ 9 ചിങ്കുവിന്റെ ബർത്ത്ഡേ. അപ്പോൾ ചിങ്കുവിന് എത്രയായി, 11 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ 1 വയസ്സായി, അല്ല 2 വയസ്സായി. 2 വയസ്സായി ഗൈസ്, പോയത് അറിഞ്ഞില്ല. അതാണ് ആ ചിങ്കുവിന് 2 വയസ്സാ. ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഫുള്ളായിട്ട് വന്നിട്ടില്ലെങ്കിലും മാക്സിമം കുഴപ്പമില്ലാതെ ബർത്ത്ഡേ സെറ്റ് ആക്കി. പക്ഷെ ഇപ്രാവശ്യം എന്താ വെച്ചാല് കുറച്ച് സമാധാനത്തോടെ നടത്തണം എന്നുണ്ട്. ഇതിപ്പോ ഇടയിൽ കൂടെ ഉള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 1.5 മാസത്തിന് ഉള്ളിൽ ടൈമിൽ നടത്തണം. ആ ഒരു ടൈമിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതന്നെ ഒരു തലയ്ക്ക് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നില്ല. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഇപ്പോ എല്ലാവർക്കും ഒരേ ക്ലൈമറ്റുകളാണെങ്കിൽ ചേഞ്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ചിങ്കുടുവിന് തന്നെ ആണെങ്കിലും കുറേ ആയിട്ട് ജലദോഷവും പനിയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകലായിരുന്നു. മാറി ഇതെപ്പോഴും പഴയ പോലെ ആയിരിക്കണം. അപ്പൊ ഇനിയിപ്പോ ആ ടൈമില് എന്താ അവസ്ഥ നമുക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് എന്താ പറയാ, മൊത്തത്തിൽ അറിയാം. അങ്ങനെ എന്താ പറയുക, അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്ക് കുട്ടികളുടെ ഇതൊക്കെ വരുന്ന സമയത്ത് അവരുടെ മാനേജ് ചെയ്യണം, ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ സംഭവം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങളിപ്പോൾ അമ്മനെ കണ്ടിന്യൂ വിളിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അമ്മനെ വിളിച്ചിരുന്ന സമയത്ത് ചെയ്യല്ലേ, അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് പോണു ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഡെയിലി ലൈഫ് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. ഗ്യാപ്പ് വിട്ടിട്ടാണ് എന്തായാലും ഇടുക. കാരണം നമ്മൾ ഇത്ര ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ കാണാൻ കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണല്ലോ അവൻ. കാരണം ഞങ്ങൾ വിചാരിക്കും നമ്മൾ വ്ളോഗ് ഇടാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അധികം ഇനിയിപ്പോൾ ആർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഇടുക. റീച്ചിൻ്റെ ഒരു ബേസിലല്ല, അതല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടല്ലോ. പക്ഷെ എന്നാലും നല്ല രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നു, ഇത്ര ഗ്യാപ്പ് എടുത്താലും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ
കുറെ പേര് കമന്റ് ഇട്ടില്ലേ ഇനിയിപ്പൊ അങ്ങോട്ട് വളകാപ്പായി എന്താ പറയാ വളകാപ്പായി ഷൂട്ട് വളകാപ്പ് ഷൂട്ട് അതുപോലെ പൈസ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരു ബേസിലേക്കാണ് പറയണത്. പൈസ ഉണ്ടാക്കണം എന്ന് മാത്രമുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചതിലും മാത്രം ഫുൾ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിൽക്കാം അല്ലേ. പൈസ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. ഞങ്ങള് ഇപ്പൊ 8 മാസം ആയല്ലോ. ഈ 8 മാസത്തിൽ ഞങ്ങൾ എവിടെയാണ് വീഡിയോ ഇട്ടുണ്ടാവില്ലേ എവിടെ ഞങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ശരിക്കും എത്ര വീഡിയോ മിസ്സായി പോയി. അപ്പോൾ അതിനു വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ആൾക്കാർ വേണം കാര്യങ്ങളൊക്കെ അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ മെയിനായിട്ട് വീഡിയോ ചെയ്യണം വിചാരിച്ചത് വാവച്ചിന്റെ ഇപ്പോൾ കറന്റിൽ എത്ര മന്തായി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല വിചാരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലെന്തായാലും ഇൻക്ലൂഡ് ചെയ്യാലോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്താണ് അഭിപ്രായം ഞങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. പിന്നെ ചിങ്കുവിന് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ചിങ്കുള് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത്ര നേരം ഞങ്ങൾ കഴിച്ചതിൽ ഇങ്ങനെ കളിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ മൊത്തം കഴിച്ചും അപ്പോൾ ഡ്രസ്സ് കഴിച്ചിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റും. ചിങ്ങു ഇനി വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇനി ഓരോ അപ്ഡേറ്റുകളായിട്ട് വരും. അപ്പോൾ എന്തായാലും ബൈ.